മിണ്ടിപ്പോവരുത്. ചങ്ങാടി നന്നായി കണ്ണാടി വേണ്ടെന്ന് അമിതാഭ് ബച്ചൻ ഒരു ഹിന്ദി സിനിമയെ പാടിയിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ പലതും പാടാം, കാരണം അയാൾക്ക് നിന്നെപ്പോഴും തല്ലിപ്പൊളി ചങ്ങാതി കാണില്ല. എടാ, ചീഞ്ഞ കോഴിക്കേസിന് ഞാൻ 2 മാസം ഗോതമ്പുണ്ടായിരുന്ന അകത്ത് കിടന്നപ്പോ നീ പുറത്ത് കോഴിക്കാലിന്ന് സൂക്ഷിക്കായിരുന്നല്ലേ? നീ ഒന്ന് ചുവന്ന് തുടുത്തല്ലോ. ചുവന്ന് തുടുത്തല്ല, അവന്മാരെ ഇടിച്ച് പഠിപ്പിച്ചതാ. എങ്ങനെ പഠിപ്പിക്കായിരിക്കും? കോഴി വസന്ത പിടിച്ച കോഴികളെ നീ കോൾഡ് സ്റ്റോറേജ് വഴി നാട്ടുകാരെ കൊണ്ട് തീറ്റിച്ചില്ലേ? നാട്ടുകാരെ മുഴുവൻ സഹായിക്കുന്ന നീ സ്വന്തം കൂട്ടുകാരനെ കൈവിട്ടു അല്ലേ? എടാ, 5000 രൂപ കോടതിയിൽ പിഴ കെട്ടിവെച്ച ആരാ? നിന്റെ തന്തയാ? നീ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾക്ക് ഞാൻ പിഴം കെട്ടിവെക്കണം, പിന്നെ നിന്റെ കൂടെ വന്ന് ജയിലിൽ റൂം ഷെയർ ചെയ്യണം. ഇതും കൂടെ കൂട്ടി 32ാമത്തെ പ്രാവശ്യം നിന്നെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അറിയോ? ഇനി അത് വേണ്ട. ഓഹോ, എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കറ്റങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്തി. നീ വണ്ടി കയറ്. വേണ്ട, വണ്ടി കയറ്. ഇതെല്ലാ തവണത്തെയും പോലെയല്ല. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇടികൊണ്ട് കലങ്ങി എന്റെ നെഞ്ചുതൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സദാശിവനല്ല, ഇന്ന് മുതൽ ഞാൻ സദ്ദാമാണ്. സദ്ദാം ശിവൻ, നീ വെറും ബുഷ്. വെറുതെ ഇവരെവിടെ പോയാൻ എന്റെ അടുത്ത് തന്നെ വരും. നല്ല റണ്ണിങ് കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരുന്ന സ്ഥാപനമാ ഈ പരുവത്തിലായി. ഉള്ള കോഴികളെല്ലാം അവന്മാരെടുത്തോണ്ട് പോയില്ലേ? പറഞ്ഞ ഇതിനകത്ത് കുറെ മുട്ട ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ അവന്മാർക്ക് എടുത്തോണ്ട് പൊക്കൂടായിരുന്നോ? എല്ലാം ചീഞ്ഞ് കാണും. ശുഭലക്ഷണം. ഇന്നത്തോടെ തരികിട പരിപാടികൾക്ക് വിടാം. പ്രിൻസേ, നോക്കിക്കോ, എന്റെ ഈ കോൾഡ് സ്റ്റോറേജിനെ ഞാനൊരു ഗോൾഡ് സ്റ്റോറേജ് ആക്കും. ആരാ വേഗം പോന്നു നോക്കാം. Good morning. Very nice place. ടൂറിസ്റ്റ് ആയിരിക്കും, സീസൺ അല്ലേ? ടൂറിസ്റ്റ് ഒന്നല്ല, വട്ടി കേസാന്നാ തോന്നുന്നേ. എന്താ പറഞ്ഞേ? ചോടയുണ്ട്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ കേക്കട്ടെ. മലയാളിയാ, എന്നെ കണ്ട ശരിക്കും പാട്ടുണ്ടെന്ന് തോന്നുന്നു. ആ തോന്നുന്നു. മോനപ്പോ സൈക്കോളജി ഒക്കെ അറിയാല്ലേ? കണ്ട പറയില്ല. എനിക്കൊരു അഡ്രസ് പറഞ്ഞുതരാവോ? ആരുടെയാ? ഹോം മിനിസ്റ്റർ രാമരാജന്റെ അഡ്രസ്. മന്ത്രിയുടെ ആരാ? മോളാ? എടാ മണ്ട, മോളാണെങ്കിൽ അച്ഛന്റെ അഡ്രസ് ചോദിക്കോ? ഇവിടുന്ന് സ്ട്രേറ്റ് പോണം, എന്നിട്ട് നെക്സ്റ്റ് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഫസ്റ്റ് റൈറ്റ് പോയി, ഫസ്റ്റ് റൈറ്റ് ടേൺ പോയിട്ട് പിന്നെ സ്ട്രേറ്റ് പോണം. സ്ട്രേറ്റ് പോയാൽ സ്ട്രേറ്റ് പോയാനേ പറ്റൂ, റൈറ്റ് പോണം. അയ്യോ മതി മതി, റൈറ്റും ലെഫ്റ്റും അറിയില്ലെങ്കിൽ പറഞ്ഞാ പോരെ. നിങ്ങളുടെ പേരെന്താ? ഞാൻ സിപ്പു, ഇത് പപ്പു, അത് അപ്പു, സാൻഡി. ഓക്കെ, ഹായ്. ആൻറ്റി ഒരു ഫോട്ടോ എടുക്കട്ടെ? Ready? Smile everybody. എങ്ങനെയുണ്ട്? സ്റ്റൈൽ ആയിട്ടില്ലേ? ഈ വട്ട് കേസിന്റെ പ്രസന്റേഷനാ.
keep it. Bye. എക്സർസൈസ് എടുക്കാണെന്നാണ് തോന്നുന്നത്. കാല് വീഴ, കാലെ പിടിക്കാൻ. ബെഞ്ചിന്റെ കാലല്ല, പ്രിൻസിന്റെ കാല്. പിടിച്ചോട്ടോ പ്രിൻസ്, പിടിച്ചോട്ടോ. ഒരു കാര്യം ഒന്ന് പിടിച്ചോട്ടോ. നീ ഇപ്പൊ ആളെ വെച്ചാണ്ടാ കാല് വരുന്നത്? നീ ഇന്നലെ രാജിവെച്ച് പോയതല്ലേ? ഇപ്പൊ എല്ലാം രാജിയായി. ഞാനൊരു നല്ല കാര്യം ചേരാൻ നീ വന്നിരിക്കുന്നു. നടുവിടാൻ പോവാ? ഞാൻ പറഞ്ഞില്ലേ, വളരെ ജോളി നേച്ചറാ. ഏതാ ഈ പുതിയ പാര? സ്വർണ്ണമാണോ, വെള്ളിയാണോ, ഇരുമ്പാണോ, ഞങ്ങളിങ്ങനെ തന്നെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. കാര്യം പറ. അതെ പ്രിൻസേ, യവൻ എന്റെ വകയിലൊരു അമ്മാവന്റെ അനന്തരവന്റെ സ്വന്തം മോനാ. പാരമ്പര്യമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുടുംബക്കാരാ. കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത 2 യുവമിഥുനങ്ങളായിരുന്നു യവന്റെ അച്ഛനും അമ്മയും. അയ്യോ പാവം. നീ കാര്യം പറ. നീ തന്നെ പറ. എന്തായാലും ഇതിന്റെ പേര്? പവിത്രൻ. പവി. അഞ്ചു മാത്രം പവിന്ന് വിളിക്കും. ആരഞ്ചു? ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാ. നല്ല കുട്ടിയാണ്. കളിയാക്കൽ എന്റെ ബന്ധു. ശരി, കാര്യം പറ. സംഗതി ഞാൻ പറയാം. യവൻ പറഞ്ഞ ഈ അഞ്ജുവിനെ അവളുടെ ആന്റി ചക്കരവാക്ക് പറഞ്ഞ് മയക്കി. മനസ്സിലായില്ലേ? യവനുമായിട്ട് അവള് വഴക്കിട്ട് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ഒറ്റയ്ക്ക് മദ്രാസിൽ നിന്നും ബാംഗ്ലൂരേക്ക് പോന്നു. എന്തിന് കാറുള്ള പിന്നെ പ്രേമിക്കാൻ പോയത്? കളിയാക്കല്ലേ ബന്ധുവാ. പറ. അഞ്ജുവിന് അറിഞ്ഞൂടാ ആ കുട്ടിയുടെ ഡാഡിയും മമ്മിയും ആന്റിയും ചേർന്നൊരിക്കൽ കെണിയാണിതെന്ന്. കെണിയാ? അതെ, എനിക്ക് വേറെ ഭാര്യയും കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് എന്റെ അഞ്ജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അവര്. ബന്ധുവാ. പറ. അഞ്ജുവിന്റെ ഇവിടെയുള്ള ഒരു ആന്റിയാണ് ഇതിനെല്ലാം കാരണക്കാരി. അവർക്ക് അവരുടെ ബന്ധത്തിലുള്ള ഒരു പയ്യനെ കൊണ്ട് അഞ്ജുവിനെ കെട്ടിക്കണം. നീ ചീറ്റണ്ട. പറ. നാളെ രാത്രി അവർ അഞ്ജുവിനെ സിംഗപ്പൂർ കടത്തും. എവിടെ? സിംഗപ്പൂര്. അത് ശരി. അത് അവക്കറിയില്ല. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നോണ്ട് ഞാൻ ചെന്ന് വിളിച്ച് അഞ്ജു ഇറങ്ങി വരില്ല. ഞാനിപ്പോ എന്ത് വേണം അത് പറ. പ്രിൻസേട്ടൻ ചെന്ന് അഞ്ജുവിനെ അവളുടെ ആന്റിയുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് തരണം. മനസ്സിലായില്ലേ? അഞ്ജുവിനെ ഇവന്റെ കസ്റ്റഡിയിലാക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ. അത്രയുള്ള? അത് ശരി. എനിക്ക് ഈയിടെയായിട്ട് ഈ ഗോതമ്പുണ്ടതിന് വലിയ പ്രയാസമാണ്. കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിഡ്നാപ്പിംഗിന് പോവാം. അതല്ല, ഇടപെട്ടിരിക്കുന്ന നീ ആയതുകൊണ്ട്, മനസ്സിലായില്ലേ? നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽവാസിന്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. നീ പോ. അയ്യോ, അങ്ങനെ പറയരുത് പ്രിൻസ്. ഇവൻ ആത്മഹത്യ ചെയ്യാനായിട്ട് വിഷമം വാങ്ങിച്ചോണ്ട് നടക്കുക. ഇതൊരു രഹസ്യം ഞാൻ പറയാം. അതായത് ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യും. രണ്ടുപേരും കൂടെ? അത് കൊള്ളാം. പ്രിൻസേ, എനിക്ക് സ്നേഹത്തിന്റെ മാത്രമല്ല ഭീഷണിയുടെ സ്വരം അറിയാം. ഇവന് വേണ്ടി നീ അഞ്ജുവിനെ തട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി അത് ചെയ്യണം. ഇല്ലെങ്കിൽ നാട്ടിൽ എന്റെ ഇമേജ് തകരും. താങ്ക്സ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഏക്കാത്തതും ഏറ്റതുപോലെയല്ല. വാ, വണ്ടി കയറി നമുക്ക് ഒഴിച്ചു. ഫോട്ടോ ഉണ്ടോ കയ്യില്? ഉണ്ട്. ആഹാ, എന്തൊരു സുന്ദരൻ. നല്ല മുഖശ്രീ. എടോ, തന്റെ അല്ല ആ പെണ്ണിന്റെ. ഓ, അത് ശരി. ഇതൊന്ന് പെറ്റതാണോ? എടോ, കൊച്ചിന്റെ അല്ല തള്ളയുടെ. ഇത് അഞ്ജുവിന്റെ കൊച്ചിലെ ഉള്ളതാ. ധൃതിയില്ല, ഇപ്പൊ ഉള്ള എടുക്കാൻ മറന്നുപോയി. ഈ 5 മണിക്ക് അമ്പലത്തിൽ വരും എന്നുള്ള ഉറപ്പാണോ? ഉറപ്പാ. ലോകത്ത് എവിടെ ആയാലും വൈകിട്ട് അമ്പലത്തിൽ വന്നിരിക്കും. പക്ഷേ ചിലപ്പോ കൂടെ ആന്റിയും കാണും. അഡ്രസ്സിംഗ് എടുക്ക്. നമ്പർ 10B, ഗാന്ധി സ്ട്രീറ്റ്, 3rd ക്രോസ് റോഡ്, ബാംഗ്ലൂർ. സാധാരണ എന്ത് വേഷം? എനിക്ക് ഈ വേഷമാ ഇഷ്ടം. എടോ, തന്റെ അല്ല പെണ്ണിന്റെ എന്താ വേഷം? അഞ്ജുവിന് സാരി അലർജിയാ. അയ്യേ, ചുരിദാർ ഇടും. താൻ വിളിച്ചാലേ അവള് വരുമോ? വരും. വന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതാണ് പ്രിൻസ്. ഇതാ വീട്. ഞാനേ ഈ സൈഡിലോട്ട് മാറ്റി നിർത്താം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടത്. ഇതാണല്ലോ വീട്. അതെ അതെ. അവസാനം മാറിപ്പോരുത്. 5 മണിക്ക് ഇറങ്ങൂ. ഓ, ഇറങ്ങും. അയ്യോ, ആന്റി.
അല്ല പ്രിൻസേ, പണ്ട് രാവണൻ ചേട്ടൻ തട്ടിക്കൊണ്ടു പോയപ്പോ സീത കരഞ്ഞതുപോലെ അഞ്ചു എങ്ങാനും കരഞ്ഞാൽ? അതിന് സമാധാനിപ്പിക്കാൻ ഹനുമാനുണ്ടല്ലോ. ഇവനെന്റെ ബന്ധുവല്ലേ? ഇവനല്ല പറഞ്ഞത്, നിന്നെ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ചുമ്മാ പറഞ്ഞില്ല. അഞ്ചു നിലവിളിക്കുമെന്ന് എന്റെ പേടി. അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് പഞ്ഞല്ലേ? ക്ലോറോഫോം. ഇതെന്തോ ഇതേക്കോ? ഇതിന്ന് ഒരു തുള്ളി എടുത്ത് മൂക്കി മണപ്പിച്ചാ മതി. ഡിം. ശശിവാ, ഇങ്ങോട്ട് വാ. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാറുന്നാണ് ഇവന്റെ. അവിടെ വളരെ planned ആയിട്ടുള്ള action ആയിരിക്കും. ഒരാൾ വലിക്കും, ഒരാൾ പുറത്തേക്കും. ആ പെണ്ണ് അയ്യോ, ഇവന് ഈ ക്ലോറോഫോം എടുത്ത് മണപ്പിച്ചു. അയ്യോ, ഇതെടുത്ത് മണപ്പിച്ചു കളഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പോലീസിനെ വിളിക്കണം. നീ അകത്ത് പോയി. എന്തോന്നറിയാ അവൻ കാണിച്ചു? എല്ലാം കുളമായില്ലേ? നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയി ബോധം തെളിയാനുള്ള മരുന്ന് കൊടുത്താലോ? ആ സമയത്ത് ആ പെണ്ണങ്ങ് പോയാലോ? അത് ശരിയാണല്ലോ. ഇനി എന്ത് ചെയ്യും? ആ പട്ടി അവനെയാ. അഞ്ചു, മോളെ, ആ മ്യൂസിയത്തിന്റെ സൈഡിലൂടെ പോയാൽ മതി കേട്ടോ. അത് തന്നെ. അതായിരിക്കും അല്ലേ? ആണോ? ചോദിച്ചോക്കാലോ. വണ്ടി കേരള. അഞ്ചു അല്ലേ? അല്ലേ? അതെ. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായി. അമ്പലത്തിലേക്കല്ലേ? അല്ലേ? ആ കയറി, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അയ്യോ, അങ്ങനെയല്ല. വണ്ടിക്കകത്ത് പവിയുണ്ടോ? പവി. കവിയോ? കവിയല്ല, പവി. എന്ത് പറഞ്ഞാലും ഇപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവില്ല. പവയുണ്ട്, ആന്റി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് വണ്ടി കയറി. എന്താ വട്ടുണ്ടോ? വട്ടാ? ക്ലോറോഫോം. എടാ നാണമില്ലടാ നിനക്ക് പെണ്ണുങ്ങളുടെ ബാഗ് തുറന്നു? നീ പോയി അവനെ വിളിച്ചെണീപ്പിക്കാം. വിളിച്ചോണ്ട് പാടാ അവനെ. വിളിച്ചോണ്ട് പാടാ. അല്പം കഴിഞ്ഞ് വിളിക്കാം. ക്ലോറോഫോമിന്റെ എഫക്റ്റിൽ കിടന്നുറങ്ങാം. ഉറക്കമൊക്കെ അങ്ങ് ഊട്ടി ചെന്നിട്ട് ഇന്ന് വരെ എന്റെ കിടക്കയിൽ ഒരു പെണ്ണും കിടന്നിട്ടില്ല, അറിയോ? ഈ കിടക്കയില്? അപ്പൊ വേറെ കിടക്കയില്? ഒരു കിടക്കയിലും കിടന്നിട്ടില്ല. നിന്റെ ഭാഗ്യം, എനിക്കൊരു കിടക്കയില്ലാതായി. ഈറാടി പിള്ളേരും വരുന്നതിന് മുമ്പ് അവരെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ആദ്യം ഇവരെ കെട്ടിച്ചിട്ട് ഇവിടുന്ന് കെട്ടിക്കാം. ഈ കിഡ്നാപ്പിംഗ് നമുക്കൊരു വെഡിങ് ആക്കി മാറ്റാം. നീ ഒന്നും ആക്കണ്ട. അല്ല, എന്റെ മനസ്സിൽ ചിലത് തോന്നുന്നുണ്ട്. ഒന്നും തോന്നണ്ട. അല്ല പ്രിൻസേ, എനിക്കൊരു ഗ്രാൻഡ് ഐഡിയ തോന്നുന്നുണ്ട്. നീ ഇത് പിടിച്ചേ, ഞാനിപ്പോ വരാം. നീ ഇവിടെ പോന്നു? ഞാനിപ്പോ വരാം. ഞാനിപ്പോ വരാം. ഞാനിവിടെ ഒറ്റയ്ക്കായി പോവും. സോറി കുട്ടി, ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, ഇതൊക്കെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാ. എന്നോട് ദേഷ്യം തോന്നരുത്. ഈ പവിത്രനൊരു അവരെ പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ.